വിടുതൽ സന്ദേശത്തേക്ക് വീണ്ടും നിങ്ങൾക്ക് സ്വാഗതം. ഈ ദൈവവചനം നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഈ ആയുസിൽ ദൈവം വിലയേറിയ അവസരമായി ഞാൻ വീണ്ടും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ വചന കേൾവി നിങ്ങൾക്ക് അനുഗ്രഹമാവുന്നതിൽ സന്തോഷമുണ്ട്. ഈ പ്രഭാഷണ കേൾവിയിലൂടെ ദൈവനോട് സംസാരിച്ചുവെന്നും ഞങ്ങൾക്ക് വിടുതലായെന്നും അനേക പ്രിയപ്പെട്ടവർ ഞങ്ങളെ വിളിച്ചറിയിക്കുന്നുണ്ട്. പ്രാർത്ഥനാ വിഷയങ്ങൾക്കൊക്കെ ദൈവം അനേകം മറുപടി നൽകിക്കൊണ്ടിരിക്കുന്നു. കർത്താവ് ഇനിയും അത്ഭുതങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യട്ടെ. വിശുദ്ധ വേദപുസ്തകത്തിലെ 23-ാം സങ്കീർത്തനം ആസ്പദമാക്കി നല്ല ഇടയനായ കർത്താവിൻ്റെ കൈക്കലെ ആടുകളെ കർത്താവ് എങ്ങനെ പുലർത്തുന്നു, നടത്തുന്നു, അല്ലെങ്കിൽ അവൻ തൻ്റെ ആടുകൾക്ക് വേണ്ടി ചെയ്യുന്ന 10 കാര്യങ്ങൾ നമ്മൾ ഈ ദിവസങ്ങളിൽ തുടർമാനമായി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല ഇടയനായ കർത്താവ് തൻ്റെ ആടുകൾക്ക് വേണ്ടി കരുതുന്നു, തൻ്റെ ആടുകളെ സൂക്ഷിക്കുന്നു, പോറ്റി പുലർത്തുന്നു. ഒന്നേ, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകില്ല. മുട്ടുവന്നാലും തീർക്കാൻ അവൻ ശക്തനായവനാണ്. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവനെ കിടത്തുന്ന സ്വസ്ഥത വെള്ളത്തിലേക്ക് നടത്തുന്നു. ലോകം തരാത്ത സ്വസ്ഥത നല്ല ഇടയൻ നമുക്ക് നൽകുന്നു. 3, പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. ഹി റിസ്റ്റോർസ് മൈ സോൾ. അവൻ എൻ്റെ പ്രാണനെ യഥാസ്ഥാനപ്പെടുത്തുന്നു. തിരികെ വരില്ല എന്ന് കരുതിയ സ്ഥാനത്ത് തിരികെ വരുത്തുവാൻ, നഷ്ടപ്പെട്ടതൊക്കെ തിരികെ തരുവാൻ, നഷ്ടപ്പെട്ടു പോകുമെന്ന് ചിന്തിക്കുന്ന ജീവനെപ്പോലും തിരികെ നൽകുവാൻ കർത്താവ് ശക്തൻ എന്ന് നമ്മൾ പഠിച്ചു. തിരുനാമ നിമിത്തം നീതിപാതകൾ നടത്തുന്നു. 4, ദൈവം നടത്തുന്ന പാതയെല്ലാം നീതിയുടെ പാതയാണ്. നീതിയെല്ലാം നമുക്ക് തോന്നിയാലും നീതിയുടെ പാതയിൽ മാത്രമാണ് നടത്തുന്നത്. 5-ാമതായി നമ്മൾ ചിന്തിച്ചു, കുരിലിൽ താഴ്വര, മരണനിഴൽ താഴ്വരയിലൂടെ ഒരു ദൈവവേദന പോകേണ്ടി വന്നാലും യേശു കൂടെയുള്ളവന്, നല്ല ഇടയനായ യേശുവിനെ അനുഗമിക്കുന്നവന് ഭയപ്പെടേണ്ട കാര്യമില്ല. അടുത്ത വാക്യം ഇങ്ങനെയാണ്, കുരിലിൽ താഴ്വര നടന്നാലും ഞാൻ ഒരിടത്തും ഭയപ്പെടുന്നില്ല, കാരണം നീ എന്നോടുകൂടി ഇരിക്കുന്നു, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. 6, അവൻ്റെ വടിയും കോലും നമ്മെ ആശ്വസിപ്പിക്കുന്നു. നമ്മൾ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നതാണ്. ഒരു ഇടയൻ്റെ കയ്യിൽ 2 ഉപകരണങ്ങളാണ്, വടി, കോല്. വടി വഴിതെറ്റിപ്പോകുന്ന ആടിനെ അടിച്ച് വഴിയിൽ കൊണ്ടുവരാനാണെങ്കിൽ, കോൽ അതിന് ആകാരം ചായച്ചു കൊടുക്കാനുള്ളതാണ്, വൃക്ഷശിഖരങ്ങൾ ചായച്ചു കൊടുക്കാനുള്ളതാണ്. വടിയും കോലും ദൈവത്തിൻ്റെ വചനത്തെയാണിത് കാണിക്കുന്നത്. ഒരേ സമയത്ത് ദൈവവചനം ശിക്ഷണവും പോഷണവും നൽകുന്നതാണ്. ശിക്ഷണവും പോഷണവും നൽകുന്നതാണ്. ഒരേ സമയത്ത് ദൈവവചനം ആശ്വാസവും മുന്നറിയിപ്പും നൽകുന്നതാണ്. ഒരേ സമയത്ത് ദൈവവചനം ശക്തീകരണവും യഥാസ്ഥാനവും നൽകുന്നതാണ്. പിന്നെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ഒരു ദൈവ പൈതലിന് ദൈവവചനം ആശ്വാസം നൽകുന്നതാണ്. അപ്പോൾ തന്നെ മുന്നറിയിപ്പ് കൊടുക്കുന്നതാണ്, ശിക്ഷിക്കുന്നതുകൂടെയാണ്. നമുക്ക് നോക്കാം എങ്ങനെയെന്ന്. വിശുദ്ധ വേദപുസ്തകത്തിൽ പല പ്രാവശ്യം ഭക്തന്മാർ പറഞ്ഞിരിക്കുന്നു ദൈവത്തിൻ്റെ വചനത്താലുള്ള ആശ്വാസം. ദൈവവചനം എങ്ങനെ അവരെ വഴി നടത്തുന്നു, ആശ്വസിപ്പിക്കുന്നു. 119-ാം സങ്കീർത്തനം പല പ്രാവശ്യം ദൈവവചനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ആ സങ്കീർത്തനം എഴുതിയിട്ടുണ്ട്. 119-ാം സങ്കീർത്തനം 49-ാം വാക്യം, നീ എന്നെ പ്രത്യാശിക്കുമാറാക്കിയത് കൊണ്ട് അടിയുള്ള വചനത്തെ ഓർക്കണമേ. നിന്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത് എൻ്റെ കഷ്ടതയിലേക്ക് ആശ്വാസമാകുന്നു. നിന്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത് എൻ്റെ കഷ്ടതയിൽ എനിക്ക് ആശ്വാസമാകുന്നു. ദൈവത്തിൻ്റെ വചനം ജീവിപ്പിക്കുന്നതാണ്, കഷ്ടതയിൽ ആശ്വാസം നൽകുന്നതാണ്. 92-ാം വാക്യം, നിന്റെ ന്യായപ്രമാണം എൻ്റെ പ്രമോദമായിരുന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ കഷ്ടതയിൽ നശിച്ചു പോകുമായിരുന്നു. 93-ാം വാക്യം, ഞാൻ ഒരു നാളും നിന്റെ പ്രമാണങ്ങളെ മറക്കയില്ല, അവയെ കൊണ്ടല്ലോ നീ എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത്. 94-ാം വാക്യം, ഞാൻ നിനക്കുള്ളവനത്രേ, എന്നെ രക്ഷിക്കണമേ, ഞാൻ നിന്റെ പ്രമാണങ്ങളെ അന്വേഷിക്കുന്നു. 105-ാം വാക്യം, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശമാകുന്നു. നിന്റെ നീതിയുള്ള വിധികളെ പ്രമാണിക്കുമെന്ന് ഞാൻ സത്യം ചെയ്തു, അത് നിവർത്തിക്കുകയും ചെയ്യും. ഇവിടെ സങ്കീർത്തനക്കാരൻ പറഞ്ഞു കേട്ടോ, ന്യായപ്രമാണം എൻ്റെ പ്രമോദമായിരുന്നില്ലെങ്കിൽ എൻ്റെ കഷ്ടതയിൽ ഞാൻ നശിച്ചു പോകുമായിരുന്നു. ഞാൻ ഒരു നാളും നിന്റെ പ്രമാണങ്ങളെ മറക്കയില്ല, അവയെ കൊണ്ടല്ലോ നീ എന്നെ ജീവിപ്പിക്കുന്നത്. എത്രയോ ദൈവമക്കളുടെ മരുഭൂമി യാത്രയിൽ അവർക്ക് ലഭിക്കുന്ന ദൈവവചനം ആശ്വാസവും പ്രത്യാശയും മാറുന്നു. ദൈവത്തിൻ്റെ അഭിഷക്തന്മാർ സമയമെടുത്ത് ഈ പ്രഭാഷണം ഇങ്ങനെ ടെലികാസ്റ്റ് ചെയ്യാൻ കാരണം, ഞങ്ങളറിയാതെ, ഞങ്ങൾ കാണാതെ, വിദൂരതയിൽ, വീടിൻ്റെ ഉള്ളറകളിൽ, മുറിയുടെ 4 ചുമരിനുള്ളിൽ, ടെൻറ്റുകളിൽ, വർക്ക് സൈറ്റിൽ ഒക്കെ ഇരിക്കുന്ന ആളുകൾക്ക്
ഈ വചനം ആശ്വാസമായി പരിണമിക്കുന്നു. പെട്ടെന്ന് ദൈവാത്മാവ് ചിലരോട് ഇടപെടുകയുണ്ട്. എത്രയെത്ര സന്ദർഭങ്ങളിൽ വളരെ വർഷങ്ങളായി തലമുറയില്ലാതെ ഭാരപ്പെടുന്നൊരു സഹോദരി 21 ദിവസം ഫാസ്റ്റിംഗ് പ്രയറിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം ജോലിസ്ഥലത്ത് നിന്ന്, തൊട്ടടുത്താണ് അവളുടെ ജോലിസ്ഥലത്ത് നിന്ന്, നേഴ്സാണ്, ജോലിസ്ഥലത്ത് ഓടി വന്ന് പെട്ടെന്ന് TV ഓൺ ചെയ്തതാണ്. അപ്പോൾ കേട്ടത്, ആദ്യം മുതൽ തലമുറകളെ വിളിച്ചു വരുത്തുന്നവൻ യഹോവയായ ഞാനല്ലയോ. നമ്മുടെ ഒരു പ്രഭാഷണത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെട്ടൊരു വ്യക്തമാകണം. തലമുറയെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഒരു അന്ധകാര വ്യാപാരം ആ ഭവനത്തിലുണ്ട്. മക്കൾ വേണ്ട എന്ന് ചിന്തിക്കുന്ന ഒരു പാട്ടവിടെ ഉണ്ടായിരുന്നു. അത്ര ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറഞ്ഞു, മോശ ജനിക്കാതിരിക്കാൻ ഫറവോൻ നോക്കി, പക്ഷെ പല കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടു. മോശ കുഞ്ഞ് ജനിച്ചു. യേശു ജനിക്കാതിരിക്കാൻ, ജനിച്ച യേശു വളരാതിരിക്കാൻ ഹെരോദാവ് നോക്കി, പല കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടു. പക്ഷേ യേശു കുഞ്ഞ് ജനിച്ചു. പരിശുദ്ധാത്മാവിൽ ആ പ്രഭാഷണത്തിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു, സാത്താൻ എന്തെല്ലാം പദ്ധതി ഇറക്കിയാലും ദൈവം കണ്ടവനിവിടെ ജനിക്കും, അവനിവിടെ വളരും. ആ സഹോദരി എന്നെ വിളിച്ച് പറഞ്ഞു, ഞാൻ 21 ഡേയ്സ് ഫാസ്റ്റിംഗ് ഇരിക്കുകയാണ്. തികച്ചും യാദൃശ്യമായി ഇത് ഓണാക്കിയായിരുന്നു. ദൈവം ഈ TV പ്രഭാഷണോട് എന്നോട് ഇടപെട്ടു. ഒരു സഹോദരി കഴിഞ്ഞ വേണം ഒരു പ്രേമനൈരാശ്യം നിമിത്തം ആത്മഹത്യ ചെയ്യാൻ ഒരു ഉദ്യോഗസ്ഥ കൂടെയാണ് ഇരുന്ന സഹോദരി നമ്മുടെ പ്രഭാഷണം വെക്കുമ്പോൾ, നിങ്ങൾ മരിക്കേണ്ടവരല്ല, നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടവരാണ്. ദൈവത്തിന് നിങ്ങളുടെ പ്രതിസന്ധിയിൽ ഒരു പ്രൊവിഷനുണ്ട്, ഒരു മറുപടിയുണ്ട് എന്നവർ കേട്ട് എന്നെ വിളിക്കുകയുണ്ടായി. അങ്ങനെ എത്രയോ ആളുകൾ, എത്രയോ സന്ദർഭങ്ങളിൽ ദൈവത്തിൻ്റെ വചനം നമ്മെ ജീവിപ്പിക്കുന്നതാണ്, പ്രത്യാശ പകരുന്നതാണ്. അതുകൊണ്ടാണ് ഞങ്ങളിത് കേൾക്കണമെന്ന് പറയുന്നത്. മരുഭൂമി യാത്രയിൽ ഒരു ദൈവവേദന, നമ്മുടെ വിഷയം അതാണ്. ജീവൻ നൽകുന്നതാണ് ദൈവവചനം, പ്രത്യാശ പകരുന്നതാണ്, മുന്നറിയിപ്പ് നൽകുന്നതാണ്. ഒരേ സമയത്ത് വചനം മുന്നറിയിപ്പാണ്, ആശ്വാസം നൽകുന്നതാണ്, പോഷണം നൽകുന്നതാണ്, ശിക്ഷിക്കുന്നതാണ്. വേദപുസ്തകത്തിൽ ദൈവവചനത്തിനെ സാദൃശ്യമാക്കി പല കാര്യങ്ങൾ സാദൃശ്യപ്പെടുത്തിയിട്ടുണ്ട്. വചനത്തോട് ദൈവവചനം സാദൃശ്യമാക്കിയിരിക്കുന്ന എന്തിനൊക്കെയാണ്? യിരെമ്യാപ്രവചനം 23-ാം അധ്യായം 29-ാം വാക്യം, എൻ്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റി പോലെയുമല്ലയോ എന്ന യഹോവയിലുള്ള പാട്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ചുറ്റിയേക്ക് സാദൃശ്യം, അത് തകർക്കുന്നതാണ്. കല്ലുപോലുള്ള ഹൃദയങ്ങളിൽ ദൈവവചനം ചെന്ന് അടിച്ചു കയറുമ്പോൾ തകർക്കപ്പെടും. പ്രസംഗത്തിൻ്റെ ഭോഷത്വത്താൽ ജനത്തെ രക്ഷിക്കുന്നുണ്ട്. കഠിന ഹൃദയന്മാരെ ഹൃദയം മെഴുകുപോലെ ഉരുക്കും ദൈവവചനം. ഇവിടെ എഴുതിയിരിക്കുന്ന രണ്ടാമത്തെ സാദൃശ്യം, അത് തീക്ക് സാദൃശ്യം, തീ ഉരുക്കുന്നതാണ്. അപ്പോൾ ഈ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കല്ലുപോലുള്ള ഹൃദയങ്ങളെ ഉരുക്കാൻ വചനത്തിന് കഴിയും, ഹൃദയങ്ങളെ തകർക്കാൻ ദൈവവചനത്തിന് കഴിയും. അതുകൊണ്ടാണ് ഞങ്ങൾ പ്രത്യാശയോടെ ഈ വചനം പ്രസംഗിക്കുന്നത്. കിട്ടഴിച്ചുവിടപ്പെട്ട സിംഹമാണ് ദൈവവചനമെന്നാണ് ഒരു ഭക്തൻ പറയുന്നത്. അതെൻ്റെ പ്രവൃത്തി ചെയ്യും. നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ ഏറിയ നാൾ കഴിഞ്ഞും അത് മടങ്ങി വരും പ്രതിഫലവുമായി. വെറുതെ ഞങ്ങൾ സമയം ചിലവഴിക്കുകയല്ല. ഇതെവിടെയൊക്കെ ഉടക്കും, എവിടെയൊക്കെ കൊള്ളും, ആർക്കൊക്കെ ഇത് അനുഗ്രഹമാകും, ആർക്കൊക്കെ ഇത് മടങ്ങി വരവിന് കാരണമാകും, ആർക്കൊക്കെ സംരക്ഷണം കാണും നമുക്കറിഞ്ഞുകൂടാ. പക്ഷേ ദൈവത്തിനറിയാം. ഓരോ പ്രോഗ്രാമും ഞങ്ങൾ ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ, റെക്കോർഡ് ചെയ്യപ്പെടുമ്പോൾ പ്രാർത്ഥിക്കാറുണ്ട്, ഇതെപ്പോൾ എവിടെ ആർക്കാവശ്യമോ അവർക്കുള്ള ദൂതായിരിക്കണമേ എന്ന്. തീർച്ചയായും ഈ പകൽ നിങ്ങൾക്കുള്ള ദൂതാണ് പരിശുദ്ധാത്മാവ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇയൽമുടി എന്ന ദൈവദാസൻ്റെ പ്രസംഗം നടക്കുമ്പോൾ വളരെ മദ്യപാനിയായ ദുർമാർഗിയായ ഒരു മനുഷ്യനെ തൻ്റെ ഭാര്യയെ നിർബന്ധിച്ച് യോഗം കേൾക്കാൻ വിട്ടു. പലപ്പോഴും അയാൾ പോയില്ല. പക്ഷേ അവർ നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, എൻ്റെ ഭർത്താവ് എങ്ങനെയെങ്കിലും ഈ ദൈവത്തിൽ കേൾക്കാൻ പോകണം. സ്നേഹിതരെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, പിശാചിൻ്റെ ഏറ്റവും വലിയ കണി അതാണ്. ഈ വചനം കേൾക്കാൻ അവൻ സമ്മതിക്കില്ല. കേട്ടാൽ മനസ്സുരുകും, തകർച്ചയുണ്ടാകും, ദൈവത്തിൽ ഏൽപ്പിക്കപ്പെടും, പാപജീവിതത്തോട് വിട പറയും. അതുകൊണ്ട് അവൻ കേൾക്കാൻ സമ്മതിക്കില്ല. പക്ഷേ ഈ സ്ത്രീയുടെ കണ്ണുനീര് ദൈവം കണ്ടു. ഈ മനുഷ്യൻ കേൾക്കാൻ പോയി. ഒന്നാമത്തെ ദിവസം കേട്ടിട്ട് വന്ന അയാൾ പറഞ്ഞു, ജിയൽ മൂടിയെ കണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, പ്രസംഗിച്ചത് ആരെന്ന് ഞാൻ നോക്കിയില്ല, പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഞാൻ നഷ്ടപ്പെട്ടൊരു പാപിയാണ്.
രണ്ടാമത്തെ ദിവസം പ്രസംഗം കേട്ടിട്ട് അയാൾ വന്ന് മടങ്ങി വന്നു പറഞ്ഞു, എനിക്ക് സ്വയമേ രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് എനിക്ക് ബോധ്യമായി. മൂന്നാമത്തെ ദിവസം പ്രസംഗം കേട്ടിട്ട് അയാൾ വന്ന് പറഞ്ഞു, ഞാൻ രക്ഷപ്പെടുവാൻ സാധ്യതയുണ്ട്. നാലാമത്തെ ദിവസം അയാൾ പ്രസംഗം കേട്ടിട്ട് വന്നിട്ട് പറഞ്ഞു, ഞാൻ രക്ഷിക്കപ്പെട്ടൊരു ദൈവവൈതലാണ്. ഇതാണ് വചനത്തിൻ്റെ ശക്തി. അപ്പോൾ ഒന്ന്, ഇത് ചുറ്റിയ്ക്ക് സാദൃശ്യം, ഇത് തകർക്കുന്നു. രണ്ട്, ഇത് തീക്ക് സദൃശ്യം, ഇത് ഉരുക്കുന്നു. ഇത് വിളക്കിന് സദൃശ്യം, ഇത് പ്രകാശിപ്പിക്കുന്നു. 119 സങ്കീർത്തനം 105 വാക്യം, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാകുന്നു. പ്രകാശിപ്പിക്കുന്നതാണ്. 4, ഇത് വാളിന് സദൃശ്യം, ഇത് മുറിക്കുന്നതാണ്, മുറിവ് നൽകുന്നതാണ്, മുറിവേൽപ്പിക്കുന്നതാണ്. ഇബ്രായലേഖനം 4 അധ്യായം 12 വാക്യം, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സത്യപജ്ഞകളെയും വേർപിടിവിക്കും വരെ തുളച്ചേലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. ഇതിന് മുറിക്കാൻ കഴിവുണ്ട്, മുറിവ് കെട്ടാനും ഈ വചനത്തിന് കഴിവുണ്ട്. കല്ലുപോലുള്ള ഉള്ളങ്ങളെ മെഴുപോലെ ഉരുക്കാൻ ഈ വചനത്തിന് കഴിയും. കഠിന ഹൃദയരെ, പിഞ്ചു കുഞ്ഞുങ്ങളെ പോലെ വചനങ്ങളിൽ വിതുമ്പി കരയുന്നത് കണ്ടിട്ടുണ്ട്. വിതുമ്പി കരയിപ്പിക്കുവാൻ ഈ വചനത്തിന് കഴിയും. അതുകൊണ്ടാണ് ഈ വചനം ഞങ്ങൾ പ്രസംഗിക്കുന്നത്. പ്രിയ സുഹൃത്തുക്കളെ, ദൈവവചന കേൾവി നിങ്ങൾക്ക് അനുഗ്രഹമാണ്. ഇത് പ്രസംഗിക്കുന്ന അനുഗ്രഹമാണ്. ഇത് ഈ ദൈവവചനത്തിൻ്റെ വ്യാപ്തിക്കായി നിങ്ങൾ ചെലവിടുന്ന തുകയൊന്നും വെറുതെയല്ല. മനുഷ്യന് ആശ്വാസം വേണം, സന്തോഷം വേണം, പ്രത്യാശ വേണം. 1000 പൊൻവെള്ളി നാണയത്തേക്കാൾ നിന്റെ വായിൽ നിന്ന് വരുന്ന വചനം എനിക്ക് അനുഗ്രഹമാണ്, മനോഹരമാണെന്ന് കീർത്തനക്കാരൻ പറഞ്ഞു. 10,000 നോവൽ വായിക്കുന്നതിനേക്കാൾ, ഡ്രാമ കാണുന്നതിനേക്കാൾ, സിനിമ കാണുന്നതിനേക്കാൾ ദൈവത്തിൻ്റെ വചനത്തിലെ ഒരു വാക്യം, 2 വാക്യം നിങ്ങളെ മാറ്റിമറിക്കും. നിങ്ങൾ രൂപാന്തരം വരും, നിങ്ങളുടെ കുടുംബത്തിൻ്റെ അവസ്ഥകൾ മാറ്റും. അതുകൊണ്ടാണ് നിങ്ങൾ വചനം ശ്രദ്ധിക്കണം സുഹൃത്തുക്കളെ, വചനം വായിക്കണം. ദൈവത്തിൻ്റെ അഭിഷക്തന്മാരുടെ സന്ദേശങ്ങൾ നിങ്ങൾ കേൾക്കണമെന്ന് നിങ്ങൾ പറയുന്നത്. അപ്പോൾ 1, ദൈവവചനം ചുറ്റിക്ക് സാദൃശ്യം, അത് തകർക്കുന്നു. 2, തീക്ക് സാദൃശ്യം ഒരുക്കുന്നു. 3, വിളക്കിന് സാദൃശ്യം പ്രകാശിപ്പിക്കുന്നു. 4, വാളിന് സാദൃശ്യം, അത് മുറിക്കുന്നു. എബ്രായർ 4:12. 5, അത് കണ്ണാടിക്ക് സാദൃശ്യം, വെളിപ്പെടുത്തുന്നു. നിങ്ങളുടെ മുഖം അതുപോലെ അത് വെളിപ്പെടുത്തുന്നു, നിങ്ങളുടെ ജീവിതം അതുപോലെ വെളിപ്പെടുത്തുന്നു. പ്രൈസ് ലോർഡ്. ഞാൻ പറഞ്ഞിട്ടില്ലേ, അനേക ദൈവദാസന്മാർ ഞങ്ങളുടെ പ്രോഗ്രാം പലപ്പോഴും കണ്ടിട്ട് പല സ്ഥലങ്ങളിൽ ഞാൻ പലപ്പോഴും പല സ്ഥലങ്ങളിലായിരിക്കുമ്പോൾ പറയാറുണ്ട്, പാസ്റ്ററിൻ്റെ ഒന്നാമത്തെ വാചകം മുതൽ അവസാന വാചകം വരെ എന്നോടായിരുന്നു, എൻ്റെ അനുഭവമായിരുന്നു, എന്നോടാ കർത്താസം. ഞങ്ങൾക്ക് പലരും വിളിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളത് വിളിച്ച് പറയുന്നത് ഞങ്ങൾക്ക് സന്തോഷമാണ്. ഞങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രതിഫലം അതാണ്. ഞങ്ങൾക്കിത് വീണ്ടും വീണ്ടും പ്രോഗ്രാം ചെയ്യുവാനുള്ള പ്രചോദനം ലഭിക്കുന്നതാണ്. ദൈവം നിങ്ങളോട് സംസാരിക്കുന്നു എന്നറിയുന്നതിലൂടെയാണ്. തീർച്ചയായും പരിശുദ്ധാത്മാ സംസാരിക്കും. ഉത്ഭവങ്ങളെ, നിലവുകളെ ആരാഞ്ഞറിയുന്നതാണ് വചനം. അവന് മറഞ്ഞിരിക്കുന്നൊരു സൃഷ്ടിയുമില്ല. നിങ്ങളെത്രയോ ദൂരെയാണ്. ഞങ്ങൾ ആരെയും കണ്ടുകൊണ്ടല്ല ഇത് പ്രസംഗിക്കുന്നത്. പക്ഷേ ഇത് കാണുന്ന ആരൊക്കെയാണെന്ന്, അവരെ കാണുന്ന, അവരനുഭവിക്കുന്ന, അവർ കടന്നു പോകുന്ന രംഗങ്ങളെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനറിയാം. ഇത് കണ്ണാടിക്ക് സാദൃശ്യം, ഇത് വെളിപ്പെടുത്തുന്നതാണ്. 6, ഇത് ആഹാരത്തിന് സാദൃശ്യം, ഇത് പോഷിപ്പിക്കുന്നതാണ്. 1 പത്രോസ് 2:1-2 വാക്യങ്ങൾ. 7, ഇത് വെള്ളത്തിന് സദൃശ്യം, ഇത് ശുദ്ധീകരിക്കുന്നതാണ്. 119 സങ്കീർത്തനം 9 വാക്യം. യോഹന്നാൻ 3:5, ഇത് ശുദ്ധീകരണം നൽകണം. അപ്പോൾ ഇത് തകർക്കുന്നതാണ്, ഉരുക്കുന്നതാണ്, പ്രകാശിപ്പിക്കുന്നതാണ്, മുറിക്കുന്നതാണ്, പോഷിപ്പിക്കുന്നതാണ്, ശുദ്ധീകരിക്കുന്നതാണ്. വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ഇത് ആശ്വസിപ്പിക്കുന്നതാണ്. പ്രിയ ദൈവമക്കളെ, ദൈവം നമ്മൾ ഇടപെടുന്ന വഴികൾ അഗോചരമായ അത്ഭുതകരമാണ്. എൻ്റെ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പറയാം. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആ കാലഘട്ടത്തിൽ ബസ്സിൽ യാത്ര ചെയ്ത് അനേക മൈലുകൾ യാത്ര ചെയ്ത് ദൈവവചനം പ്രസംഗിക്കുമായിരുന്നു. വളരെ അകലെ ഒരു സ്ഥലത്ത് ബസ്സിൽ യാത്ര ചെയ്യുകയാണ്. വളരെ ക്ലേശം സഹിച്ചാണ് ഈ പ്രസംഗ സ്ഥലത്ത് ചെല്ലുന്നത്. ഈ റൂട്ടുകളൊക്കെ വളഞ്ഞും തിരിഞ്ഞുമുള്ള റോഡിലൂടെ യാത്ര ചെയ്ത് ഇടിച്ച് കയറി ബസ്സിൽ ചെന്ന് ബസ് സ്റ്റാൻഡുകൾ മാറി മാറി കയറി യോഗസ്ഥലത്ത് എത്തുമ്പോഴത്തേന് കുഴയും. അവിടെ പ്രസംഗം കഴിഞ്ഞ് രാത്രിയിൽ തിരിച്ചു വരുമ്പോഴത്തേന് വീണ്ടും ബുദ്ധിമുട്ടാണ്. വളവിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ക്ഷീണം, ഛർദ്ദിൽ ഇതൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ കാലഘട്ടത്തിൽ അതെല്ലാം സഹിച്ച് കർത്താവിൻ്റെ വചനം പ്രസംഗിക്കാൻ പോയിട്ടുണ്ട്. ഒരിക്കൽ ഇങ്ങനെ ഒരു ബസ്സിൽ വളരെ ദൂരെ ഞാൻ യാത്ര ചെയ്യുകയാണ്. പെരുമ്പാബൂരിനപ്പുറത്തൊരു സ്ഥലത്ത് ദൈവവചനം പ്രസംഗിക്കാൻ പോകുകയാണ്. വളരെയധികം മാനസിക സംഘർഷം എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. മാനസികമായ ഏതോ ഭാരം, എന്തൊക്കെയോ വ്യാകുലങ്ങൾ എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. ഞാനിങ്ങനെ ആ സൂപ്പർ ഫാസ്റ്റ് ബസ്സിൽ കോട്ടയത്തു നിന്ന്
മൂവാറ്റുപുഴയ്ക്കുള്ള വളവിലൂടെ തിരുവിലൂടെ യാത്ര ചെയ്യുമ്പോൾ, അന്ന് ഇന്നത്തെ പോലെ വിശാലമായ റോഡല്ല, ആ ചെറിയ പാതയിലൂടെ വളവിലൂടെ യാത്ര ചെയ്യുമ്പോൾ മൂവാറ്റുപുഴയിൽ ഒരു വലിയ കത്തോലിക്ക സ്കൂളിൻ്റെ അരികിലെത്തിയപ്പോൾ പരിശുദ്ധാത്മാവിനോട് പുറത്തേക്ക് നോക്കുവാൻ പ്രേരിപ്പിച്ചു. ഞാൻ പുറത്തേക്ക് നോക്കുമ്പോൾ അവിടുത്തെ ഒരു വലിയ സ്കൂളിൻ്റെ ഭിത്തിയിൽ മുഴുവൻ വേദവാക്യങ്ങൾ എഴുതി വച്ചിരിക്കുന്നു. ഇന്നും അങ്ങനെയുള്ള വാക്യങ്ങളുണ്ട്. നിങ്ങളുടെ ഭിത്തിയിലൊക്കെ വാക്യം എഴുതി വെക്കുന്നത് നല്ലതാണ്. എത്ര പേർക്ക് അത് ആശ്വാസം നിങ്ങൾക്കറിയാമോ? പരിശുദ്ധാത്മാവിനോട് പുറത്ത് നോക്കാൻ പറഞ്ഞു. ഞാൻ പുറത്തേക്ക് നോക്കുമ്പോൾ അവിടെ എഴുതി വച്ചിരിക്കുന്ന വാക്യം ഇങ്ങനെയായിരുന്നു: പെറ്റതള്ള തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. എത്രയോ തവണ ഞാൻ വായിച്ചു വിട്ടിട്ടുള്ളതാണ്. പക്ഷേ ആ വാക്യത്തിന് ഇത്ര മനോഹാരിതയുണ്ടെന്ന്, ഇത്ര ആഴമുണ്ടെന്ന് അതെന്നോട് സംസാരിക്കുന്നതായിരുന്നു. സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഞാൻ ഇറങ്ങും മുമ്പ് വളരെ തിരക്കുള്ള ബസ്സിലൂടെ ഞാൻ യാത്ര ചെയ്യുകയാണ്. വ്യാകുലനാണ്. കർത്താവിനെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പെട്ടെന്നായി എൻ്റെ കയ്യിലൊരു ബൈബിൾ ഇരിപ്പുണ്ട്. ഒരു പ്ലാസ്റ്റിക് കവറിനകത്താണ്. സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുമ്പോൾ 30-35 വർഷം മുമ്പുള്ള കാര്യമാണ്. പെട്ടെന്ന് ബൈബിൾ തുറക്കാൻ പരിശുദ്ധാത്മ പേര് നൽകി. അപ്പോൾ എനിക്ക് കിട്ടിയ വേദഭാഗം ഇതായിരുന്നു: കുരുട്ട് കണ്ണുകളെ തുറക്കുവാനും ബദ്ധന്മാർക്ക് വിടുതൽ നൽകുവാനും ഹോവയായ ഞാൻ എന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ വിളി അങ്ങനെ എനിക്ക് വന്നു. പ്രിയ അങ്ങനെയും വരും. ദൈവത്തിന് സംസാരിക്കാൻ ആഞ്ഞുകൊട്ടുന്ന തമ്പേറിൻ്റെ ആവശ്യമില്ല. ഒരു വലിയ ജനക്കൂട്ടത്തിൻ്റെ ആവശ്യമില്ല. അന്യഭാഷയുടെ അകമ്പടിയില്ല. ചിലർ ധരിക്കുന്നത് അന്യഭാഷയുടെ അകമ്പടിയോടുകൂടെ ഒരു പ്രവാചകൻ തലയിൽ കൈവച്ച് മകനെ മകളെ എന്ന് വിളിച്ചുകൊണ്ട് പറയുന്നത് മാത്രമാണ് ദൈവശബ്ദമെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയും ദൈവം സംസാരിക്കില്ലെന്നല്ല. ദൈവം തന്നെ അഭിഷക്തമാണ്, സംസാരിക്കാം. പക്ഷേ ഈ പ്രഭാഷണം കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, നീ രാവിലെ കുടുംബ പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ ലഭിച്ച ഒരു സങ്കീർത്തനഭാഗം വായിക്കുന്ന സങ്കീർത്തനം, ആ സങ്കീർത്തനത്തിലൂടെ നിന്നോട് സംസാരിപ്പാൻ കർത്താവിന് കഴിയും. കുടുംബ പ്രാർത്ഥനയിൽ മറ്റാരെങ്കിലും യാദൃശ്യമായി പാടുന്ന ഒരു പാട്ട്, ആ പാട്ടിൻ്റെ അടികളിലൂടെ ദൈവത്തിൻ്റെ ആത്മാവിന് നിന്നോട് സംസാരിപ്പാൻ കഴിയും. ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ചർച്ചിൽ നീ ആരാധിക്കുന്ന സഭയിൽ സാക്ഷി പറയാൻ എഴുന്നേൽക്കുന്ന ഒരു പാവപ്പെട്ട അമ്മച്ചി, അപ്പച്ചൻ, അവരന്ന് പറയുന്ന സാക്ഷ്യവാചകത്തിൽ അവരെ സന്തോഷിപ്പിച്ചെന്ന് പറയുന്ന വാക്യത്തിൽ നിനക്കുള്ള ദൂത് ഉള്ളടക്കം ചെയ്യുവാൻ കർത്താവിന് കഴിയും. വലിയ കൃപാവര പ്രാപ്തനെങ്കിലും നിങ്ങളുടെ സഭയിൽ പ്രസംഗിക്കുവാൻ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു സാധാരണ ബൈബിൾ സ്കൂൾ വിദ്യാർത്ഥിയിലൂടെ അല്ലെ നിന്റെ പാസ്റ്റിലൂടെ അന്ന് സംസാരിക്കുന്ന വചനം നിനക്കുള്ളതാക്കാൻ കർത്താവിന് കഴിയും. ദൈവത്തിൻ്റെ വചനം നമ്മെ ആശ്വസിപ്പിക്കുന്നതാ. ലോകത്തിൽ ആർക്കും അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഈ പുസ്തകം പോലെ ആശ്വസിപ്പിക്കുന്ന വേറൊന്നില്ല. ഈ പുസ്തകം പോലെ ധൈര്യം നൽകുന്ന ഒന്നില്ല. ആയിരങ്ങൾ പതിനായിരങ്ങൾ സാക്ഷി പറഞ്ഞിട്ടുണ്ട്. നിരാശയുടെ ഗർത്തത്തിൽ ഭാരത്തിൻ്റെ വേളയിൽ മുമ്പോട്ടെങ്ങനെ പോകുമെന്നറിയാതെ വളരെ ഭാരപ്പെട്ട് കിടന്ന അവസരങ്ങളിലൊക്കെ ജീവിക്കാൻ പ്രേരണ നൽകിയത്, നിൽക്കാൻ പ്രേരണ നൽകിയത്, ഉറപ്പിച്ചു നിർത്തിയത്, ഭാവി പ്രത്യാശ നൽകിയത് ദൈവവചനമാണ്. ഈ വചനം ഇപ്പോൾ നിങ്ങളെയും ജീവിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വചനത്തെ നിങ്ങളെ ജീവിപ്പിക്കാൻ കഴിയും. വേദപുസ്തകം തുറക്കുക. നിരാശപ്പെട്ട വേളകളിൽ ദൈവവചനം തുറക്കുക, അത് വായിക്കുക. പരിശുദ്ധാത്മാവിന് നിങ്ങളോട് പറയാനുള്ളത് കേൾക്കുക, കാതോർക്കുക. പരിശുദ്ധാത്മാവ് പറയുന്ന വാഗ്ദത്തത്തിൽ മുറുകെ പിടിക്കുക. അത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുക. അതങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് വിശ്വസിക്കുക. ഇപ്പോൾ അനുകൂലമായ ഒന്നും നീ കാണുന്നില്ലെങ്കിലും, എല്ലാം പ്രതികൂലമാണെങ്കിലും, ദൈവനോട് വാക്ക് പറഞ്ഞ ദൈവം സർവശക്തനാകിയാൽ ദൈവം പറഞ്ഞ സമയത്ത് അത് നടക്കുമെന്ന് വിശ്വസിക്കുക. മുമ്പോട്ടോടുവാനുള്ള ധൈര്യം ദൈവവചനം നിങ്ങൾക്ക് നൽകുന്നതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ഒന്നേ ആശ്വസിപ്പിക്കുന്നതാണ്, രണ്ട് അത് ശിക്ഷിക്കുന്നതാണ്. ഇടയൻ്റെ വടിക്കോല്, ആ വഴിതെറ്റിപ്പോകുന്ന ആടിനെ അടിക്കാനൂടെ ഇടയൻ തൻ്റെ വടി ഉപയോഗിക്കുന്നു. ഇബ്രായലേഖനം 12-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ എന്തിനു വേണ്ടിയാണ് ദൈവം നമ്മെ ശിക്ഷിക്കുന്നത് എന്ന് നമുക്ക് കാണാം. ഇബ്രായർ 12:5 ഇങ്ങനെ വായിക്കുന്നു: മകനെ, കർത്താവിൻ്റെ ശിക്ഷ നിരസിക്കരുത്. അവൻ ശാസിക്കുമ്പോൾ മുഷിയമരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോടെന്ന പോലെ നിങ്ങളോട് സംവാദിക്കുന്നു. പ്രവാദം നിങ്ങൾ മറന്നു കളയോ? നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മക്കളല്ല, ഖൗലുടയന്മാരത്രേ. നമ്മുടെ ജനസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോന്നുവല്ലോ. ആത്മാക്കളുടെ പിതാവിനെ ഏറ്റവും അധികമായി കീഴടങ്ങി ജീവിക്കേണ്ടതല്ലയോ? അവർ ശിക്ഷിച്ചത് കുറേ കാലവും തങ്ങൾക്ക് ബോധിച്ചവൻ്റെ പ്രകാരവും അത്രേ. അവനോ നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായത്രേ നമ്മെ ശിക്ഷിക്കുന്നത്. ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖകരമത്രയും തോന്നാം. പിന്നത്തേതിലോ അതിന് അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാനഫലം ലഭിക്കും. കണ്ടോ, കർത്താവ് തന്നെ സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കും. ആടുകൾ വഴിതെറ്റിപ്പോകുമ്പോൾ പരിശീലനം ലഭിച്ച പ്രത്യേക നായ്ക്കളെ ഈ ആടുകളെ മടക്കിക്കൊണ്ടുവരാൻ ഉപയോഗിക്കുന്നതായി ഞാൻ വായിച്ചിട്ടുണ്ട്. അതിനെ കടിച്ചു വലിച്ചത് കൊണ്ടുവരും. അത് കടിച്ച് കീറാൻ വേണ്ടിയല്ല വിടുന്നത്,
അതിനെ വഴിയെ കൊണ്ടുവരാനാണ്. ജീവിതയാത്രയിൽ പ്രതിസന്ധിയും പ്രശ്നവും വരുന്ന അനേകർ പ്രാർത്ഥന ആവശ്യപ്പെടാറുണ്ട്. ഞാനിവിടെ പറയാറുണ്ട്, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ദൈവത്തോട് ചോദിക്കണം, എന്തുകൊണ്ട് ഈ പ്രശ്നം, എന്തുകൊണ്ട് ഈ പ്രതിസന്ധി, എവിടെ ഞാൻ മടങ്ങി വരണം, എവിടെ ഞാൻ യഥാസ്ഥാനപ്പെടണം, ദൈവം എന്നെക്കുറിച്ച് എന്താഗ്രഹിക്കുന്നു. പ്രിയ സ്നേഹിതരെ, ചിലർക്ക് വലിയ വലിയ പ്രതിസന്ധിയിലായി പോകാറുണ്ട്. അവരെക്കുറിച്ച് ദൈവത്തിന് പ്ലാനുണ്ട്, ദൈവത്തിന് പദ്ധതിയുണ്ട്. ആ പ്ലാനിലേക്ക്, ആ പദ്ധതിയിലേക്ക് അവർ മടങ്ങി വരാൻ വേണ്ടിയാണ് ഈ പ്രതിസന്ധി ഒരുക്കുന്നതെന്ന് അവരറിയാതെ വീണ്ടും വീണ്ടും അവർ തുഴഞ്ഞുകൊണ്ടിരിക്കുന്നു. വീണ്ടും വീണ്ടും അവർ രക്ഷപ്പെടാൻ ചില മാർഗങ്ങൾ നോക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ റൂട്ടിൽ നിങ്ങളാകും വരെയും നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ കഴിയില്ല. ദൈവം താൻ സ്നേഹിക്കുന്ന ഏത് മകനെയും ശിക്ഷിക്കുന്നു. എല്ലാവരും കൂടാതെയുള്ള ബാലശിക്ഷ കേൾക്കാതിരിക്കുന്നെങ്കിൽ നിങ്ങൾ മക്കളല്ല കൗലുടയന്മാരത്രയും എഴുതിയിരിക്കുന്നത്. മറ്റേ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്: നമ്മുടെ ജനസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോന്നു. ആത്മാക്കളുടെ പിതാവിനെ ഏറ്റവും അധികമായി കീഴടങ്ങി ജീവിക്കണം. അവർ ശിക്ഷിച്ചത് കുറേ കാലവും തങ്ങൾക്ക് ബോധിച്ചവണ്ണം അത്രയേ. എന്നാൽ നമ്മുടെ ദൈവം നമ്മെ ശിക്ഷിക്കുന്നത് നാം അവൻ്റെ വിശുദ്ധി പ്രാപിപ്പാൻ വേണ്ടിയാണ്. ഒരു ദൈവവേദലിന് വചനം കൊണ്ട് ആശ്വാസം മാത്രമല്ല, ശിക്ഷണവും ലഭിക്കും, മുന്നറിയിപ്പ് ലഭിക്കും, വാണിംഗ് ലഭിക്കും. വടിയൻ അതിനാൽ പ്രബോധനം ലഭിക്കുന്നെന്നാണ്. അതിന് ചിലയിടത്ത് വാണിംഗ് എന്നർത്ഥമുണ്ട്, മുന്നറിയിപ്പ് കിട്ടും. ഇതൊക്കെ നീ അനുസരിക്കാൻ വേണ്ടിയാണ്. ഇടയൻ ആടിനെ അടിച്ചെന്നും വരാം. സ്തോത്രം. ഇതിൽ ഫലം കായ്ക്കുന്നതൊക്കെ അധികം ഫലം കായ്ക്കുന്ന ചെത്തും, ഫലം കായ്ക്കാത്തതിന് ചുട്ടുകളയുമെന്ന് എഴുതിയിരിക്കുന്നു. അപ്പം ഫലം കായ്ക്കുന്നതിനാ ചെത്തലുള്ളത്. ചെത്തുന്നത് ഫലമില്ലാഞ്ഞുകൊണ്ടല്ല, ഫലമുള്ള നിന്നിൽ നിന്ന് വളരെ ഫലം കിട്ടാൻ വേണ്ടിയാണ്. പ്രതിസന്ധിയും ഭാരവും ദുഃഖവും ഒക്കെ അനുഭവിക്കുന്ന ദൈവം ഇതിൽ പലപ്പോഴും തോന്നും, എന്തുകൊണ്ടാണ് ദൈവം എന്നെ ഇങ്ങനെ ശിക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. എനിക്ക് കഴിഞ്ഞ സമയത്ത് ലഭിച്ച വളരെ നല്ലൊരു ഇംഗ്ലീഷ് സന്ദേശമുണ്ട്, ഈടേറിയതായി എനിക്ക് തോന്നി. ഞാനത് സ്റ്റോർ ചെയ്തിട്ടു. അതിങ്ങനെയാണ്: സ്ട്രെസ് ചെയ്യപ്പെടുക. സ്ട്രെസ് എന്നുള്ളത് വളരെ ഇപ്പോഴത്തെ കാലത്ത് വളരെ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. സ്ട്രെസ്സ്, മാനസിക സ്ട്രെസ്, മാനസിക സംഘർഷം, BP കൂടുക, ടെൻഷൻ കൂടുക, ഇതൊക്കെ സാധാരണമാണ്. പക്ഷേ അതിനെ പോസിറ്റീവായി നിങ്ങൾ ചിന്തിക്കുക. ഈ സ്ട്രെസ്സ് വരുന്നപ്പോൾ പല വിധത്തിലുണ്ട്. സ്ട്രെസ്സ് ഒരു പുഷ്പത്തിലാണ് സ്ട്രെസ്സ് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഞെക്കിപ്പിഴിയപ്പെടുന്ന അവസ്ഥ ഒരു പുഷ്പത്തിലാണ് ഉണ്ടാകുന്നതെങ്കിൽ, ആ പുഷ്പത്തിനുള്ളിലെ ഏറ്റവും മനോഹാര്യമായ സുഗന്ധം പുറത്തു വരുവാൻ ആ ഞെക്കിപ്പിഴിയിൽ കൊണ്ട് സാധിക്കും. എന്നോടുള്ള ദൈവ സന്ദേശമായി എനിക്ക് മനസ്സിലായി. ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ അൺഎക്സ്പെക്റ്റഡായി, പ്രതീക്ഷിക്കാതെ ചില ആളുകൾ നമ്മളെ ഞെരുക്കുന്നതായി നമുക്ക് തോന്നും, മാനസിക സംഘർഷം തരുന്നതായി നമുക്ക് തോന്നും. ചില സന്ദർഭങ്ങളിൽ, ചില വേളകളിൽ അടിവേദനകളിലൂടെ പോകുന്നതായി നമുക്ക് തോന്നും. കാരണം കൂടാതെ ചിലർ നമ്മളെ ഉപദ്രവിക്കുന്നതായി തോന്നും. ദാവീദ് ചോദിച്ചു, കാരണം കൂടാതെ തന്നെ ഉപദ്രവിക്കുന്നവർ എൻ്റെ തലയിലെ രോമങ്ങളെക്കാൾ അധികമെന്ന്. അത്രയൊന്നും നമുക്കില്ലല്ലോ. ഇങ്ങനെയൊക്കെ വരാം. ഈ പ്രഭാഷണം ചിലരോടുള്ള ദൂതാണ്. പ്രിയ ദൈവവേദനയെ, നീ സ്ട്രെസ്സിലൂടെ പോകുമ്പോൾ ഓർക്കുക, ഒരു പുഷ്പത്തിലെ ഏറ്റവും ശ്രേഷ്ഠമേറിയ മണം, സുഗന്ധം പുറത്തു വരുന്നത് അത് ഞെക്കിപ്പിഴിയപ്പെടുമ്പോഴാണ്. നിൻ്റെ ജീവിതത്തിലെ സ്ട്രെസ്, നിൻ്റെ ജീവിതത്തിലെ സമ്മർദ്ദങ്ങൾ, ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമേറിയതിനെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണ്. ഭാരപ്പെട്ടു പോകരുത്. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? നമ്മുടെ കർത്താവ് ശിക്ഷിക്കുന്നെങ്കിൽ പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, നമ്മൾ അവൻ്റെ മഹത്വം പ്രാപിപ്പാൻ വേണ്ടി അത്രേ ശിക്ഷിക്കുന്നത്. യോബിൻ്റെ പുസ്തകത്തിൽ ഇത് 2 കാര്യങ്ങളൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. യോബിൻ്റെ പുസ്തകം 5-ാം അധ്യായം 17-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: ദൈവം ശാസിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, സർവശക്തൻ്റെ ശിക്ഷ നീ നിരസിക്കരുത്. അവൻ മുറിവേൽപ്പിക്കുകയും മുറിവ് കെട്ടുകയും ചെയ്യുന്നു. അവൻ ചതയ്ക്കുകയും തൃക്കൈ പൊറുപ്പിക്കുകയും ചെയ്യുന്നു. 6 കഷ്ടത്തിൽ നിന്ന് അവൻ നിന്നെ വിടുവിക്കും, 7-ാമത്തേലും തിന്മ നിന്നെ തൊടുകയില്ല. നമ്മുടെ കർത്താവ് മുറിക്കുകയും മുറിവേൽപ്പിക്കുന്നവനാണ്. അവൻ ചതയ്ക്കുകയും ആ കൈ കൊണ്ട് തന്നെ പൊറുപ്പിക്കുകയും ചെയ്യുന്നവനാണ്. ചിലപ്പോൾ വഴിതെറ്റി പോകുമ്പോൾ യഥാസ്ഥാനപ്പെടുവാൻ വേണ്ടി ചില ക്ലേശങ്ങളോട് നമ്മെ നടത്തിയെന്നവരാണ്. ദൈവം ആഗ്രഹിക്കുന്ന റൂട്ടിൽ നിങ്ങളെത്താൻ, നിങ്ങളുടെ കുടുംബം എത്തുവാൻ ചില ശോധനകൾ ദൈവം അനുവദിച്ചെന്ന് വരാം. സുഹൃത്തെ, പരിശുദ്ധാത്മാവിനോട് വ്യക്തമായി പറയുന്നു, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരുടെ ജീവിതത്തിലെ ശോധനകൾ നിന്നെ മുടിക്കാനല്ല, നിന്നെ തകർക്കാനല്ല, നിന്നെ നശിപ്പിക്കാനല്ല, നിന്നെ ഈടേറിയ പൊന്നാക്കി മാറ്റാൻ വേണ്ടിയാണ്. വിശ്വാസത്തിന് പരിശീലനം തളരരുത്. ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന അതിമഹത്തായ പദ്ധതിയിലേക്ക് നിങ്ങളെ മടക്കി കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ ശോധനയെന്ന് നിങ്ങൾ മറന്നു പോകരുത്. ദൈവത്തിൻ്റെ ദാസനായ യോബിൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധിയും പ്രശ്നവും ഭാരവും ഒക്കെ വന്നപ്പോൾ ആരും ആശ്വസിപ്പിക്കാനില്ലായിരുന്നു, ആരും പ്രത്യാശയുടെ വാക്ക് പറയാനില്ലായിരുന്നു. ആശ്വസിപ്പിക്കാൻ വന്നവൻ പോലും മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞതായി നമുക്കറിയാം, വേദനപ്പെടുത്തുന്ന വാക്കുകൾ പറഞ്ഞതായി അറിയാം. അവനെ ദുഷിച്ചു,
നിന്റെ നടപ്പിൻ്റെ നിർമ്മലത നിന്റെ പ്രത്യാശയല്ലയോ? ഓർത്തു നോക്കുക, നിർദോഷിയായി നശിച്ചവൻ എവിടെ? ഞാൻ കണ്ടിടത്തോളവും അന്യായം ഉഴുന്നവൻ അന്യായം കൊയ്യുന്നെന്നൊക്കെ പറഞ്ഞ് ചങ്കിൽ കുത്തുന്ന വാക്കുകൾ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ വന്നവൻ പോലും അവനെ വേദനിപ്പിക്കുന്ന, ധൈര്യം ചോർത്തുന്ന വാക്കുകൾ പറഞ്ഞു. ആരും ആശ്വസിപ്പിക്കാനില്ലായിരുന്നു. പ്രതിസന്ധിയുടെ വേളയിൽ തൻ്റെ ഭാര്യ പോലും തന്നെ വിട്ടുപോയി. അവൾ പറഞ്ഞു, എന്തിനായി ദൈവത്തെ സേവിച്ച് പിടിച്ചുകൊണ്ടിരിക്കുന്നത്, ഭക്തിയോടിരിക്കുന്നത്, ദൈവത്തെ തേച്ച് മരിച്ചു കളക എന്ന് പറഞ്ഞ് അവളും പോയപ്പോൾ, പ്രൈസ് ലോർഡ്, ദൈവം തമ്പുരാനോട് ഇടപെട്ടൊരു വാക്യം പലപ്പോഴും എനിക്ക് പ്രത്യാശയും സന്തോഷം നൽകുന്ന അനേകരോട് ദൈവദൂതായി ഞാനിത് പറഞ്ഞിട്ടുണ്ട്. യോബിൻ്റെ പുസ്തകം 15-ാം അധ്യായം 11-12 വാക്യങ്ങൾ. ദൈവത്തിൻ്റെ ആശ്വാസങ്ങളും സ്വന്തമായി പറഞ്ഞു തരുന്ന വാക്കും നിനക്ക് പോരെയോ? അപ്പം നാം ശ്രദ്ധിച്ചോ, ദൈവത്തിൻ്റെ ആശ്വാസങ്ങളും സ്വന്തമായി പറഞ്ഞു തരുന്ന വാക്കും നിനക്ക് പോരെയോ? നിൻ്റെ ഹൃദയം നിന്നെ പതറിക്കുന്നതെന്ത്? നിൻ്റെ കണ്ണ് ഉരുട്ടുന്നതെന്ത്? ഈ പ്രോഗ്രാം പല സ്ഥലങ്ങളിൽ നിന്ന് കേൾക്കുന്ന ദൈവവൈതലേ, ഒരുപക്ഷെ ഇപ്പോൾ നിങ്ങൾ ലൈവായി ടി വിയിലൂടെ ഇത് കാണുന്നുണ്ടായിരിക്കാം, അല്ല നിങ്ങൾ ഇൻ്റർനെറ്റിലൂടെ ആയിരിക്കാം മെസ്സേജ് കേൾക്കുന്നത്. നിങ്ങളുള്ള ദൈവ സന്ദേശമാണ്. നിൻ്റെ ഹൃദയം നിന്നെ പതറിക്കരുത്, നിൻ്റെ കണ്ണ് നീ ഉരുട്ടരുത്, പ്രത്യാശയോടിരിക്കുക. ദൈവത്തിൻ്റെ ആശ്വാസങ്ങളും സ്വന്തമായി പറഞ്ഞെന്ന വാക്കും നിനക്ക് പോരെയോ? അതായത് ഭൂവിൽ ആരും നിങ്ങളെ ആശ്വസിപ്പിക്കാനില്ലെങ്കിലും, ഭൂവിൽ ആരും നിങ്ങൾക്ക് ധൈര്യം പകരാനില്ലെങ്കിലും, ഭൂവിൽ ആരും നിങ്ങൾക്ക് പ്രത്യാശ പകരാനില്ലെങ്കിലും ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കും. ആരും നിങ്ങൾക്ക് ആശ്വാസവാക്ക് പറയാനില്ലെങ്കിലും സ്വന്തമായി അവൻ നിങ്ങളോട് ആശ്വാസവാക്ക് പറയും. അത് നിങ്ങളെ നിലനിർത്തുന്നതാണ്. വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. അടുത്ത വാക്യം, ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. ശത്രു ഉണ്ടെങ്കിൽ ഒരു വിരുന്നുണ്ട്. അടുത്ത ആഴ്ച നമുക്ക് ചിന്തിക്കാം. നിൻ്റെ ശത്രുക്കൾ കാണുക ദൈവം നിനക്ക് വേണ്ടി വിരുന്നൊരുക്കും. പ്രത്യാശയുടെ ജീവിതയാത്ര തുടരുക. ദൈവത്തിൻ്റെ വചനത്താൽ ആശ്വാസം പ്രാപിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, സ്വർഗ്ഗ പിതാവേ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രഭാഷണം കേൾക്കുന്ന മുറിവേറ്റവർക്ക് വേണ്ടി, വ്യാകുലപ്പെടുന്നവർക്ക് വേണ്ടി, സങ്കടപ്പെടുന്നവർക്ക് വേണ്ടി, ഒറ്റപ്പെടുന്നവർക്ക് വേണ്ടി ആവശ്യഭാരത്തിലേക്കതോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദീനക്കാർക്കെല്ലാവരും വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല കർത്താവേ. വ്യാകുലതും വേദനയും അനുഭവിക്കുന്ന അനേകർ ഒരാശ്വാസത്തിനായി തിരുമുഖത്തേക്ക് നോക്കി ദൈവവചനം പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്നു. ഈ വചനം ഇപ്പോൾ അവരെ ആശ്വസിപ്പിക്കട്ടെ, ധൈര്യപ്പെടുത്തട്ടെ കർത്താവേ. മനുഷ്യവാക്കുകൾ ഞങ്ങളെ തകർക്കുന്നതാണ്, മുറിവേൽപ്പിക്കുന്നതാണ്. ഞങ്ങൾക്ക് കർത്താവ് ഉള്ള ധൈര്യം കൂടെ ചോർത്തിക്കളയുന്നതാണ്. ദൈവീയ വാക്കുകൾ ഞങ്ങൾക്ക് ധൈര്യവും ബലവും പ്രത്യാശയും നൽകുന്നതാണ്. ബലമില്ലാത്തവർക്ക് നീ ബലം നൽകും, പ്രത്യാശയില്ലാത്തവർക്ക് പ്രത്യാശ നൽകും. ഇപ്പോൾ ദൈവശക്തി വ്യാപരിക്കട്ടെ കർത്താവേ. രോഗികൾ യേശുവിൻ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. നിരാശയുള്ളവർ നിരാശ വിട്ടു മാറട്ടെ. ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ വിശ്വസിക്കട്ടെ. വചനത്താലുള്ള ആശ്വാസവും വിടുതലും മുന്നറിയിപ്പും നിന്റെ ജനത്തിന് നൽകണമേ. നിന്റെ കരവിൽ തൊട്ടിരിക്കാനൊക്കെ ശ്രമിക്കുന്നു. പ്രാർത്ഥന കേട്ടാൽ നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. വചനങ്ങളിൽ നിങ്ങൾക്ക് അനുഗ്രഹമായി വിശ്വസിക്കുന്നു. നിങ്ങളുടെ സ്നേഹിതരോട് ഈ പ്രോഗ്രാമിനെ കുറിച്ച് പറയണം. അടുത്ത ആഴ്ച ഇതേ സമയത്ത് നിങ്ങൾ ഈ വചനം കേൾക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് സ്പോൺസർ ചെയ്യുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ അനേകം ഈ പ്രോഗ്രാം കേൾക്കണം. നിങ്ങൾ നിമിത്തം നിങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെട്ട ഫോൺ നമ്പറിൽ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവകൃപയിൽ ആശ്രയിച്ച് പാസ്റ്റർ ബി മോനച്ചൻ രചിച്ച ഇതാ നോഹയുടെ കാലം, ബൈബിൾ പ്രഭാഷണങ്ങൾ, മഹാനിയോഗം, ഞാൻ വണങ്ങും ദൈവം, യഹോവ ഭക്തന്റെ കുടുംബം, ദൈവിക ന്യായവിധികൾ തുടങ്ങിയ പുസ്തകങ്ങൾ അനേകരിൽ സ്വാധീനം ചെലുത്തുന്നു, അനേകർക്ക് രൂപാന്തരം വരുത്തുന്നു. ഇവയിൽ ഇപ്പോൾ ലഭ്യമാകുന്ന 4 പുസ്തകങ്ങൾ യഹോവ ഭക്തന്റെ കുടുംബം, ദൈവിക ന്യായവിധികൾ, ഞാൻ വണങ്ങും ദൈവം, സമയമെടുത്തു തുടങ്ങിയവയാണ്. ഈ പുസ്തകങ്ങൾ നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും ആത്മീക വർധനയ്ക്ക് ഉതകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഈ പുസ്തകങ്ങൾ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ താഴെ കാണുന്ന വിലാസത്തിലോ ഞങ്ങളുടെ ഫോൺ നമ്പറിലോ ബന്ധപ്പെടുക. ഞങ്ങളുടെ വിലാസം: പാസ്റ്റർ ബി മോനച്ചൻ, ഫെയ്ത്ത് ഗോസ്പൽ മിനിസ്ട്രി, എരുവ ഈസ്റ്റ് PO, കായംകുളം. ഫോൺ 9744992186, 9656601321, 8547649440.